അതില് ദിലീപേണ്ണൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ദിലീപേണ്ണായാലും ജഗതി ചേട്ടനൊക്കെ ആയാലും, ജഗതി ചേട്ടനൊക്കെ അത്രയും നല്ല ഡെഡിക്കേഷൻ ഉള്ള ഒരാളാണ്. കുറച്ച് സമയമൊക്കെ ഉറങ്ങിയിട്ട് കാറിലൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് കറക്റ്റ് സമയത്തിന് വരുന്നതാണ്. അപ്പൊ ജഗതി ചേട്ടൻ ഫോൺ പോലും ഇല്ലാത്ത ആളാണ്, ഫോൺ പോലും യൂസ് ചെയ്യില്ല. ആണോ? പക്ഷേ കറക്റ്റ് എല്ലായിടത്തും എത്തും. അന്നൊക്കെ ഫോണ് നല്ല ഇതായിരുന്നല്ലോ, പക്ഷെ അന്നേരം ജഗതി ചേട്ടൻ ഫോണില്ലായിരുന്നു. ഫോണിൽ വിളിക്കാനും പറ്റില്ല. ആള് എവിടെയാന്നുള്ളത് നോക്കി അത്ര തിരക്കുള്ള ആളല്ലേ. ഒരു ദിവസം ഇവിടെയാണ്, ഒരു ദിവസം അവിടെ, ഇങ്ങനെ. അപ്പൊ എങ്ങനെയായിരുന്നു ബന്ധപ്പെടുന്നതൊക്കെ? അത് ഉണ്ടല്ലോ, കൺട്രോളർമാർക്ക് അറിയാലോ. അപ്പൊ ജഗതി ചേട്ടന്റെ ഭാര്യയായിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നു. ജഗതി ചേട്ടൻ ലൈഫിൽ തന്ന എന്തെങ്കിലും ഉപദേശങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു? നമ്മൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടു പഠിക്കുമായിരുന്നു. ഞാൻ ഓരോന്ന് നോക്കിയിരുന്ന് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അമ്പിളിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് സ്പോട്ടിലാണ് ഓരോ ഡയലോഗുകൾ പറയുന്നത്. അപ്പം നമ്മളതിനെ പ്രതികരിച്ചില്ലെങ്കിൽ അത്രയും അവർ ചെയ്തു വെച്ചതൊക്കെ പോകില്ല. അപ്പം നമ്മളിങ്ങനെ നോക്കി ആദ്യമൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിനനുസരിച്ച് നോക്കി നിൽക്കാൻ തുടങ്ങി. ഒരു പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ജഗതി ചേട്ടന്റെ ഭാര്യ? നല്ല പേടിയുണ്ടായിരുന്നു. എല്ലാവരുടെ അടുത്തും പേടിയായിരുന്നു ആദ്യമൊക്കെ ചെല്ലുമ്പോൾ. പിന്നെ അവരുമായിട്ട് സംസാരിച്ചൊക്കെ ആയിട്ട്